Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on My Tips. വൈറ്റ് ടിപ്സ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ യുവജനങ്ങൾ സാധ്യതകളുടെ ഉറവിടങ്ങളാണ്. ശരിയായ രീതിയിലുള്ള മാർഗനിർദ്ദേശം അവർക്ക് കൊടുത്താൽ അവർ ശരിയായ രീതിയിൽ വളർന്നു വരുമെന്ന് മാത്രമല്ല, സമൂഹത്തിന് ഏറ്റവും പ്രയോജനമുള്ളവരായി തീരുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യകരമായ വിവിധ ഘടകങ്ങളാണ് ഈ വൈറ്റ് ടിപ്സ് പരിപാടിയിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്സ് എന്നുള്ള വിഷയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവവും അത് നമ്മളെ ഏത് ഉന്നതിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വസ്തുതയും. ഈ ചർച്ചകൾ തീർച്ചയായിട്ടും നമ്മുടെ മനോഭാവങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുവാനും അത് വളർച്ചയ്ക്ക് പ്രചോദകരമായി തീരുവാനും ഇടയാകും എന്ന് വിശ്വസിക്കുന്നു. Mr. Jiju Varghese, motivation speaker, trainer and radio jockey. Binsai Sebastian, assistant professor, Department of Management Studies, SB College. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center, Ernakulam. നമുക്കെല്ലാവർക്കും പല മനോഭാവങ്ങളുണ്ട്. ചില ദേശക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ വരും. ചില സ്ഥലങ്ങളിലെ ആളുകളെ കാണുമ്പോൾ അവരിങ്ങനെയുള്ളവരാണ് എന്നുള്ള ചില ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ വരും. മറ്റു ചില ദേശക്കാരെ കാണുമ്പോൾ അവരെ പട്ടിണി പാവങ്ങളാണ്, അവരെ ഒന്നിനും കൊള്ളത്തില്ല, ഇങ്ങനെയുള്ള ചിന്താഗതികൾ. വേറെ ചില ദേശക്കാരെ കാണുമ്പോൾ അവർ വലിയ കേമന്മാരാണ്, ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ. അപ്പം നമ്മൾ മനോഭാവങ്ങൾ പലരെക്കുറിച്ചും പല രീതിയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ മനോഭാവങ്ങളാണല്ലോ നമ്മുടെ സമീപനത്തിന് നമ്മെ സഹായിക്കുന്നത്. നമ്മൾക്ക് എന്ത് ആറ്റിറ്റ്യൂഡാണ് വ്യക്തികളായിട്ടും സമൂഹമായിട്ടും നമ്മൾ പുലർത്തുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അവരുടെ വളർച്ചയ്ക്ക് ഉതകത്തക്ക രീതിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സഹായകരമായി തീരുന്നത് നമ്മുടെ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു വലിയ ആൾട്ടിറ്റ്യൂഡിലേക്ക്, ഉന്നതിയിലേക്ക് വളരുവാൻ നമ്മെ സഹായിക്കും എന്നുള്ളതാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സംഗതികൾ. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയുവാനായിട്ട് നമ്മുടെ ജിജു സാർ നമ്മോട് കൂടെയുണ്ട്. സാർ ഒരുപാട് പേരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു മോട്ടിവേഷണൽ സ്പീക്കറാണല്ലോ, ഒത്തിരി പേർക്ക് ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നവരാണല്ലോ. ഈ മനോഭാവവും നമ്മുടെ ആൾട്ടിറ്റ്യൂഡും ഉന്നതിയും തമ്മിൽ എന്താ ബന്ധം ഒന്ന് വ്യക്തമാക്കാമോ? അച്ഛാ, വളരെയധികം കറക്റ്റ് പോയിന്റിലാണ്, അതിൻ്റെ നെർവ് പോയിന്റിലാണ് അച്ഛൻ കയറി പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡിനെ നിശ്ചയിക്കുന്നത്. ഇപ്പം 3 ജീവിതങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യത്തെയാണ് നമ്മളെല്ലാവരും അറിയുന്ന നിക് വ്യൂജുവിച്ചിക്കിനെ കുറിച്ച്. 2 കരങ്ങളും 2 കാലുകളും ഇല്ല, പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഹിസ് ആറ്റിറ്റ്യൂഡ്
ഡിസൈഡഡ് ഹിസ് ഓൾട്ടിറ്റ്യൂഡ്. ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറും ഒരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സെക്കൻഡ് ഒരു ആളെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ വളരുന്ന ജോബി, 3.5 അടി പൊക്കമുള്ള ഒരാൾ, 2 കാലുകളും ഇല്ല, എന്നാലും ആം റെസ്ലിംഗിൽ വേൾഡ് ചാമ്പ്യൻ, തന്നെക്കാട്ടിലും 2 ഇരട്ടി സൈസുള്ള ഒരാളെ പരാജയപ്പെടുത്തുന്നു. സുധാചന്ദ്രൻ ഒരു കാലില്ല, എന്നാലും വളരെയധികം മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ മുന്നോട്ട് ചിന്തിച്ച് നോക്കിയാൽ ഇത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡാണ് ആ വ്യക്തിയുടെ ഓൾട്ടിറ്റ്യൂഡിനെ ഡിസൈഡ് ചെയ്ത്. വിൻ വിൻ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെന്ന് വരികിൽ അവരുടെ ശരീരത്തിൻ്റെ ബലഹീനതകൾ ഒരു പ്രതിബന്ധമായി നിൽക്കുകയില്ല എന്നാണ് ജിജു പറയാനായിട്ട്. അത് തന്നെയല്ല അച്ഛാ, ഈവൻ മാനസികമായിട്ടും പല രീതിയിൽ ഞാൻ പലരായും കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തി തന്നെത്താൻ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് ഇന്ന് വളരെ പ്രഗത്ഭമായിട്ട് സംസാരിക്കുന്നു. മാർക്കറ്റിംഗ് കമ്പനീസിൽ അവർ ഹെഡ് ചെയ്യുന്നു. അങ്ങനത്തെയുള്ള മാറ്റങ്ങൾ വരെ നമ്മൾ കാണാൻ സാധ്യതകളുണ്ട് അച്ഛാ. സോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ വളർച്ചയ്ക്ക് എങ്ങനെ സഹായകരമായി തീരുമെന്നുള്ള ഒരു ആമുഖമാണ് ജിജു സാറിലൂടെ നമ്മൾ കേട്ടത്. അതിന് കുറേ ഉദാഹരണങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. ഇതിനോട് സാർ എഗ്രി ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് എന്നുള്ളതിന് കുട്ടികളുമായുള്ള ബന്ധത്തിൽ സാറിന് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് കൃത്യമായൊരു പ്രസ്താവന തന്നെയാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം നമ്മൾ കുട്ടികളെ തന്നെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പഠന നിലവാരം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നല്ല ആറ്റിറ്റ്യൂഡുള്ള കുട്ടികൾ മാത്രമാണ് ഏറ്റവും ഉന്നതിയിലേക്ക് ജീവിതത്തിൽ തന്നെ വന്നിട്ടുള്ളത്. അത് ഒരുപക്ഷെ അക്കാഡമിക്കലി വളരെ ബ്രില്യൻ്റ് ആണ്, എന്നാൽ നെഗറ്റീവായ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുടെ ജീവിതത്തിലേക്ക് പിന്നീട് നമ്മൾ നോക്കുക അവർക്ക് പലപ്പോഴും ഉയരാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം അവർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്ക് മാത്രമേ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞ ആ പോയിന്റ് വളരെ വാലിഡായിട്ടുള്ള പോയിൻ്റാണ്. അത് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അറിയാനായിട്ടും സാധിക്കും. മനോഭാവവും നമ്മുടെ വളർച്ചയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ മനോഭാവം എവിടെ നിന്നുണ്ടാകുന്നതാ? മറ്റുള്ളവരോടുള്ള മനോഭാവം, ഇതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എവിടുന്നാണ് ഈ മനോഭാവം നമുക്ക് ഉണ്ടാകുന്നത്? അതിൻ്റെ അടിസ്ഥാനം എന്താ? ഇദ്ദേഹം പറഞ്ഞാൽ അച്ഛാ, തീർച്ചയായിട്ടും അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. കാരണം പറയാനുള്ളത്, ഒരു സദാം ഹുസൈനെയും ഹിറ്റ്ലറേയും ഒരു മദർ തെരേസയും ഒരു മലാലയും നമുക്ക് തന്നത് 2 കുടുംബങ്ങളാണ്. അപ്പോൾ അവരുടെ വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ അവർ നമുക്ക് ലോകത്തിന് മാതൃകയായി. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ നിന്നാണ് നമുക്ക് നല്ല കുടുംബങ്ങളിൽ നിന്നാണ് മനോഭാവം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശം? ഇദ്ദേഹം എന്താ പറയാൻ മാത്രമല്ല, കുടുംബങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ്. കുടുംബത്തിൽ നിന്ന് അവന്റെ ബേസിക് മൂല്യങ്ങൾ കിട്ടും, പക്ഷെ സമൂഹമാണ് ശരിക്കും അവന്റെ ആറ്റിറ്റ്യൂഡ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ അവന്റെ പിയർ ഗ്രൂപ്പ് പ്രഷർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവന്റെ കൂട്ടുകാർ എങ്ങനെ പെരുമാറുന്നു അതുപോലെ അവനെ അഫക്റ്റ് ചെയ്യും. പക്ഷേ അവന്റെ കുടുംബത്തിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ എത്ര അഫക്റ്റ് ചെയ്താലും തിരികെ കൊണ്ടുവരാൻ കുടുംബം എന്ന മൂല്യങ്ങൾ അവനെ സഹായിക്കും. അപ്പോൾ കുടുംബം മാത്രമല്ല ആറ്റിറ്റ്യൂഡ് നിശ്ചയിക്കുന്നത്, സമൂഹം കൂടിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്, അല്ലേ? പറഞ്ഞു. അതിൽ എനിക്ക് ഒന്ന് പറയാനുണ്ട്. അതായത് സമൂഹവും കുടുംബവും മാത്രം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നു വന്നതായ രീതികൾ ആ കുട്ടിയുടെ മനസ്സിൽ എത്രത്തോളം സ്റ്റോർ ചെയ്യപ്പെട്ടോ അതിനനുസരിച്ച് മാറത്തുള്ളൂ. അത് എവിടെ വേണമെങ്കിലും മാറാം. സോഷ്യൽ മീഡിയ അതിനെ അഫക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് അഫക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്ത് ചുറ്റുപാടുകളും അഫക്റ്റ് ചെയ്യാം. അതിലെ ഏറ്റവും ഇദ്ദേഹം തിരിച്ചു വരുന്നത് കുടുംബത്തിന്റെ പ്രാധാന്യത്തിലേക്കാണോ? കുടുംബത്തിൻ്റെ പ്രാധാന്യമുണ്ട്. ആരാണോ ശക്തി പകരുന്നത്, അതായത് മോട്ടിവേഷൻ പകരുന്നത്, ആ ആളിനനുസരിച്ചിരിക്കും ചുറ്റുപാടിന് അനുസരിച്ചുള്ള ഫ്ലക്ച്വേഷൻസ്. അതാണ് ഉദ്ദേശിച്ചത്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ നിന്നാണ് നമുക്ക് എന്ത് മനോഭാവം കിട്ടുന്നോ പിന്നീടാണ് നമ്മൾ സമൂഹത്തിൽ വരുന്നത്. ജനിച്ച് വീഴുമ്പോൾ തന്നെ ഒരു കൊച്ചു സമൂഹത്തിലോട്ടല്ല, ഏതാനും വർഷങ്ങൾ അവൻ കുടുംബത്തിൽ ജീവിക്കുവാണ്. അവിടുന്ന് അവൻ എന്ത് ലഭിക്കുന്നോ അതിൽ നിന്നാണ് അവന്റെ അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇദ്ദേഹത്തിന് പറഞ്ഞു. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ഫാമിലി, അവിടുത്തെ ഒരു കുട്ടി ഒരു ഫേമസ് ആയിട്ടുള്ള CBSE സ്കൂളിൽ പഠിക്കുവാണ്. ആ കുട്ടി എൻ്റെ പ്രസൻസിൽ ഞാൻ കേട്ടോണ്ടിരിക്കുവാണ്. ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് പറയുവാണ്, നിനക്ക് എന്നാ സ്റ്റാൻഡേർഡ് ആടി ഉള്ളത്, എൻ്റെ എത്ര ലാംഗ്വേജ് നിനക്കുണ്ടോ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ പറയുന്നത്. ആ പൊട്ടി മുളച്ചിട്ടില്ലാത്ത ആ കുട്ടിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞിന് ഈ അഭിപ്രായങ്ങളൊക്കെ എവിടുന്ന് കിട്ടും?
ആ കുട്ടിയുടെ പേരൻസിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവർക്കും. ആ പേരൻസ് കേട്ടോണ്ടിരിക്കുവോ ഈ കുട്ടി പറഞ്ഞത്, അവർ തിരുത്താൻ പോലും പോയിട്ടില്ല. ഈ കുട്ടി മേ ബി വലിയ പ്രൊഫഷണൽ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ ആരംഭം എന്നാണ് ഇദ്ദേഹവും ഊന്നി പറയാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണം, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. കുടുംബം ജസ്റ്റ് ബേസിക്സ് മാത്രമാണ്, ബാക്കി നമ്മൾ ഫ്രീ വിൽ എന്നൊരു കാര്യമുണ്ട്. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെ മോൾഡാകണം, നമ്മൾ എങ്ങനെ നമുക്ക് കിട്ടിയ റിസോഴ്സ് ഉപയോഗിക്കണം എന്നത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഈ കുടിയന്മാരെയൊക്കെ ഡീഡിഷൻ കേന്ദ്രത്തിൽ കൊണ്ടുവിടുമല്ലോ. പക്ഷെ ഒരാളും ഡീഡിഷൻ കേന്ദ്രത്തിൽ കൊണ്ടുവിട്ടുകൊണ്ട് മാത്രം നന്നാകത്തില്ല. അവർക്ക് നമ്മൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അസേർട്ടീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളി വന്നു കഴിഞ്ഞാൽ അവരെ ഉയർത്തിക്കൊണ്ട് വരണം. അപ്പം വെളി വന്നു കഴിഞ്ഞ് നമ്മുടെ സമൂഹം അവരോട് പറയുക, എടാ നീ പണ്ട് ജീവിച്ച പോലെ തന്നെ ജീവിച്ചാൽ മതി, അതാ നിനക്ക് നല്ലത്. നിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു കുടിയനായിട്ടാണ് നിന്നെ സമൂഹം അംഗീകരിച്ചിരിക്കുന്നത്, അങ്ങനെ നീ ജീവിച്ചാൽ മതി എന്ന് സമൂഹം അവനോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, സമൂഹം അങ്ങനെ ഒരാളെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ വഴിക്ക് പോകും. അപ്പം വേറൊരാൾ, ഒരു കൂട്ടം ആൾക്കാർ, ഒരു സമൂഹം മുഴുവൻ അവരോട് പറയുക, എടാ പുതിയ നിന്റെ സിറ്റുവേഷൻസ് അല്ലെ ഡീഷൻ കേന്ദ്രത്തിൽ പോയിട്ട് വന്ന് ഒരാഴ്ച നീ പള്ളിയിൽ പോകുന്നുണ്ട്, ഇതൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞ് മറ്റൊരു സമൂഹം, ഒരു കൂട്ടം സമൂഹം അവനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ അവനത്, അതാണ് അസേർട്ടീവ് ട്രെയിനിങ്. അപ്പം നമ്മുടെ സമൂഹം നമുക്ക് നൽകുന്ന ഒരു പ്രോത്സാഹനം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. അതെ, ഈ കുടുംബത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത്. നിങ്ങൾ പറയുന്നത് രണ്ടും ശരിയാ. കുടുംബത്തിലാണ് ഇതിൻ്റെ ആരംഭം. നമ്മുടെ മനോഭാവം നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് കേൾക്കുന്നോ, നമ്മളെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായം അവരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നോ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ മനോഭാവം രൂപീകരിച്ച് തുടങ്ങുന്നത്. എന്നാൽ അവിടെ അവസാനിക്കുന്നില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ സമൂഹത്തിലേക്കാണ് പിന്നെ നമ്മൾ ഇറങ്ങുന്നത്. സമൂഹമാണ് പിന്നീട് അതിനെ വളർത്തുന്നത്, അല്ലെങ്കിൽ അതിനെ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ നമ്മുടെ മനോഭാവം രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട സംഗതികൾ. അങ്ങനെയാണെന്ന് വരികിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനോഭാവത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ എത്ര സൂക്ഷ്മതയോടാണ് പേരൻസ് തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കമൻസ് പറയേണ്ടത്. അവർ കുഞ്ഞുങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം സന്ദർഭവശാൽ കുടുംബത്തിൻ്റെ ഈ പ്രാധാന്യം, പേരൻസിൻ്റെ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അനി ടീച്ചറെ, ഈ കോളേജ് ലെവലിൽ അല്ലെ സ്കൂൾ തലങ്ങളിൽ ഈ കുഞ്ഞുങ്ങളുടെ മനോഭാവത്തിൽ അത് മനോഭാവം ഉണ്ടാക്കാനും ഉള്ള മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കാനും അധ്യാപകർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് റോളുണ്ടോ? ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ഒരു സ്റ്റുഡൻറ്റിനെ ഇൻറ്റേൺഷിപ്പിന് വിട്ടു. ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള അവസരം, 2 മാസത്തേക്ക് ജോലി ചെയ്യാനുള്ള അവസരം. ആ സ്റ്റുഡൻറ്റ് ജോലി ചെയ്യാനുള്ള അവസരത്തെ കണ്ടത്, ഞാൻ ആ കമ്പനിയിൽ പോയി അടിമ വേല ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ സ്റ്റുഡൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അതേപോലെ തന്നെ ബാക്കി സ്റ്റുഡൻസ് നല്ല ആത്മാർത്ഥമായി പണി ചെയ്ത സ്റ്റുഡൻസിന് ആ കമ്പനി തന്നെ ജോലി കൊടുത്ത സിറ്റുവേഷനും ഉണ്ട്. നമ്മൾ ഓരോ സിറ്റുവേഷൻ, ഒരാൾക്ക് ഇത് അടിമപ്പണിയായിട്ട് തോന്നി, മറ്റുള്ളവർക്ക് ഇതൊരു അഭിമാനത്തിൻ്റെതായ വകയായിട്ട് തോന്നി. അതുമാത്രമല്ല, ആ കുട്ടി അത് ഫേസ്ബുക്കിലൂടെ തന്റെ കമന്റ് പറയുകയും ചെയ്തു. ഈ ലോകം മുഴുവൻ അത് കണ്ട് ഒരുമാതിരി കമ്പനീസ് ഒന്നും റെഫറൻസ് ചെക്ക് ചെയ്യുമ്പോൾ ആ കുട്ടിയെ പ്ലേസ്മെന്റിന് എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അതെ, അധ്യാപകർക്ക് ഈ കുഞ്ഞുങ്ങളുടെ മനോഭാവം ഉണ്ടാക്കുന്നതിലും മാറ്റം വരുത്തുന്നതിലും എന്തെങ്കിലും പ്രത്യേക പങ്കുണ്ടോ? സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകാം എന്ന് എക്സ്പീരിയൻസ് വഴി ഞങ്ങൾ പറയാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികളിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. സാറിന്റെ അഭിപ്രായം എന്നാ? അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടോ? സാറേ, തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ കുട്ടികളെന്ന് പറയുമ്പോൾ ഈ ഫാമിലി ആണ് ഫസ്റ്റ് ഒരു ഓറിയന്റേഷൻ കൊടുക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡിന്. അതുപോലെ പല ഫാമിലിയിൽ നിന്നുള്ള കുട്ടികളുടെ ഇടയിലാണ് ഒരു വിദ്യാർത്ഥി ഒരു കോളേജിലോ സ്കൂളിലോ ആയിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ആറ്റിറ്റ്യൂഡും ഈ കുട്ടിയിൽ എഫക്റ്റ് ചെയ്യും. ഇവരുടെ കൂട്ടുകാർ ഇതിൽ നിന്ന് ഏറ്റവും നല്ലത് ചൂസ് ചെയ്യാനും, ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റ് ഉണ്ടായാൽ തന്നെ ഈ ഫ്രീ വില്ലിൻ്റെ കാര്യം എൻ്റെ സുഹൃത്തോട് സൂചിപ്പിച്ചു. ഈ ഫ്രീ വില്ല് ഉപയോഗിച്ച് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ ഏതാണോ നല്ലതെന്ന് ചൂസ് ചെയ്യാൻ ഒരുപക്ഷെ എനിക്ക് സ്വയം പറ്റിയില്ല എന്ന് വരും. അവിടെയാണ് ഒരു അധ്യാപകൻ്റെ
ഇല്ലെങ്കിൽ ഒരു ട്രെയിനറിൻ്റെ ഒരു സ്കോപ്പ് ഏറ്റവും കൂടുതൽ. അല്ല, അപ്പോൾ അവിടെ ഒരു പ്രത്യേക ഗൈഡൻസ് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യുവാനായിട്ട് അധ്യാപകർക്ക് സാധിക്കുമെന്നാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് അല്ലേ? വെരി ഗുഡ്. അച്ഛൻ കുറച്ചു മുമ്പ് പറയുകയുണ്ടായി മാതാപിതാക്കൾ പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ കുട്ടികൾ പോസിറ്റീവായി വരുമെന്ന്. മാതാപിതാക്കൾ നെഗറ്റീവും കൂടെ കാണിച്ചു കൊടുത്താൽ മാത്രമല്ലേ കുട്ടികൾക്ക് പോസിറ്റീവായി പോകാൻ പറ്റൂ? അത് വളരെ നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ കുറവുകൾ പറയാതെ ഞങ്ങളെങ്ങനെയാ പിന്നെ നന്നാകുന്നത്? ഞങ്ങളുടെ മാതാപിതാക്കളല്ലയോ ഞങ്ങളുടെ കുറവുകൾ പറയേണ്ടത്? വളരെ ശരിയായിട്ടുള്ള സംഗതികളാണ്. എന്നാൽ ഞാനവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ചില മാതാപിതാക്കളുണ്ട്, അവർ നെഗറ്റീവ് മാത്രമേ പിള്ളേരെക്കുറിച്ച് പറയത്തുള്ളൂ, ഒരു നല്ല ഗുണവും ഈ കൊച്ചിനെക്കുറിച്ച് പറയത്തില്ല. ചില മാതാപിതാക്കളുണ്ട്, നല്ലത് മാത്രമേ പറയത്തുള്ളൂ, ഒരു ദോഷവും ഇവരെക്കുറിച്ച് പറയത്തില്ല. ഇത് രണ്ടും നല്ലതല്ല. നല്ല ഗുണങ്ങൾ അവരെക്കുറിച്ച് പറയണം, അതവർക്ക് പ്രചോദകമാണ്. എന്നാൽ അവരുടെ കുറവുകൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം. ഈ കുറവുകൾ അവൻ്റെ വലിയൊരു കുറവായിട്ടല്ല എടുത്ത് കാണിക്കേണ്ടത്. ഒരു ഡെഫിഷ്യൻസി അത് എങ്ങനെ നികത്താമെന്നുള്ളത് അവരിലൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഈ കുറവുകൾ എടുത്തു പറയുമ്പോൾ ഒരിക്കലും അത് ഹർട്ടിങ് ആയിട്ടുള്ള രീതിയിൽ പറയരുത്. ഈ കുറവാടാ നീ എന്നുള്ള അർത്ഥത്തിൽ പറയരുത്. പിന്നെയോ നിൻ്റെ കഴിവുകളോടൊപ്പം തന്നെ ഇന്ന ചില ബലഹീനതകളുമുണ്ട്, അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളൊരു അവബോധമാണ് അവിടെ നമ്മൾ പകർന്നു കൊടുക്കും. യെസ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 6-7 വർഷമായിട്ട് കീബോർഡ് വായിക്കുന്നതാണ്. ഈ വായിക്കാൻ തുടങ്ങിയ ആദ്യത്തെ 2 വർഷം ഇഷ്ടം പോലെ കീബോർഡ് വായിക്കുന്നതാണ്, പബ്ലിക്കായിട്ട് പെർഫോം ചെയ്യുന്നതാണ്, ഇഷ്ടം പോലെ തട്ടുകേടുകൾ കിട്ടാറുണ്ടായിരുന്നു, ഇഷ്ടം പോലെ മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം ബാക്കി ആരൊക്കെ എന്നെ എതിർത്ത് പറഞ്ഞാലും എൻ്റെ പേരൻസ് എൻ്റെ നെഗറ്റീവ്സ് ചൂണ്ടിക്കാണിക്കും, എനിക്ക് വേണ്ടത്ര സപ്പോർട്ട് തരും. എനിക്ക് ഓരോ തെറ്റ് പറ്റുമ്പോഴും അതിങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് ഒരു പരിധിവരെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കും. എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് എൻ്റെ നെഗറ്റീവ് അവർ കറക്റ്റ് ചെയ്യും. അതാണ് ശരിയായ മനോഭാവം. നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്തുകയല്ല, സപ്പോർട്ട് തന്നുകൊണ്ട് നെഗറ്റീവിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി, നമ്മുടെ മനോഭാവം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെ ഏത് സോഴ്സിലൂടെയാണ് നമ്മുടെ മനോഭാവം നമുക്കുണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല പോസിറ്റീവായിട്ട് ഉള്ള മനോഭാവം ഉണ്ടാക്കുവാൻ എല്ലാ കാരണങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെയാണ് എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ ഒരു യുണീക്ക് ആയിട്ടാണ് സൃഷ്ടിച്ചത്. ഞാനൊരു യുണീക്ക് ഇൻഡിവിജ്വൽ ആണെന്ന് ബോധം വന്നു കഴിയുമ്പോൾ എനിക്ക് എന്നോടുള്ള മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകത്തില്ലേ? അച്ഛൻ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ് അച്ഛൻ പറയുന്നത്. നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇൻസ്പിറേഷൻ വരത്തുള്ളൂ. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നു, അത് ശരിയാണ്, പക്ഷെ നമുക്ക് നമ്മളെ തന്നെയുള്ളൊരു വിശ്വാസം. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പം ഞാനൊരു യുണീക്ക് ആണെങ്കിൽ ഞാൻ എന്നെ കാണേണ്ടത് വേറെ ഒരാളുമായിട്ട് താരതമ്യം ചെയ്താണോ? ഒരിക്കലുമല്ല. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ തുടങ്ങേണ്ടത് എവിടെയാണെന്നറിയാവോ? ഞാൻ എന്നിലേക്ക് നോക്കി എൻ്റെ യുണീക്നെസ് കണ്ടെത്തുക. അച്ഛൻ പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് കുറച്ചുകൂടെ ഊന്നിപ്പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നെ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നില്ല. ഞാൻ ആരാണെന്ന്, എൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ്സ് ഏതാണെന്നുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു ശ്രമം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടത്തിയ വളരെയധികം മാറ്റങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ നോക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക മാത്രമല്ല, നമ്മളിലൂടെ തന്നെ കുറേ പേർക്ക് പോസിറ്റീവ്നെസ് സ്പ്ലിറ്റ് ചെയ്യുക തന്നെയാണ്. ഇപ്പോൾ അധ്യാപകരാണെങ്കിലും പേരൻസ് ആണെങ്കിലും അവരെല്ലാവരും കുട്ടികൾക്ക് അറിവ് പകരുന്നത്. അപ്പോൾ കുട്ടികൾ അവർ ശ്രദ്ധിക്കുന്ന അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മാത്രമല്ല, അവരുടെ ഓരോ ശൈലിയും ഓരോ പ്രവൃത്തിയുമാണ്. അപ്പം ഒരിക്കലും നമുക്ക് ഒരാളെ ഉപദേശം നന്നാക്കാൻ പറ്റത്തില്ല. ഉപദേശം നന്നാക്കാനാണെങ്കിൽ ഒരു വർഷം പറയുമ്പോൾ കേൾക്കണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ജീവിച്ച് നന്നാക്കാം. നമുക്ക് ജീവിച്ച് നമ്മുടെ ഐഡിയോളജി നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർത്താം. ഓക്കെ, വളരെ ശരിയായ കാര്യങ്ങൾ ഇദ്ദേഹം എന്തോ പറയാൻ കുറേ നേരമായിട്ട് ശ്രമിക്കുന്നത്. പറഞ്ഞാട്ട്.
പോസിറ്റീവ്സിൻ്റെ കാര്യം പറയുമ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബുണ്ട് അല്ലേ? ചിലപ്പം അവർ നെഗറ്റീവായിട്ടായിരിക്കും സംസാരിക്കുന്നത്, പക്ഷേ നമ്മളത് പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്കൊരു ചേഞ്ച് ഉണ്ടാവും. ആൻഡ് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത്. ചേഞ്ച് സ്റ്റാർട്ട്സ് ഫ്രം യു എന്നാണ് പറയുന്നത് അല്ലേ? സോ നമ്മൾ ചെറിയ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ പെർസ്പെക്റ്റീവും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരു ഇൻസ്പിറേഷൻ മാറാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്രിറ്റിസിസത്തിൻ്റെ കാര്യം വരുവാണെങ്കിൽ നെഗറ്റീവ്സ് മാത്രം പറയുന്ന പേരൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം, നെഗറ്റീവ് അല്ല പോസിറ്റീവ് ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യുക, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ തിരിച്ചറിയുക നമ്മുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ പോരായ്മകൾ എന്താണെന്നും നമ്മൾ എന്തൊക്കെ മാറ്റണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ചേഞ്ചിൻ്റെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പോസിറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഞാൻ അതിനോട് അത്ര എഗ്രി ചെയ്യുന്നില്ല. പോസിറ്റീവ് ക്രിറ്റിസിസം പോസിറ്റീവ് ആകാൻ ഒക്കത്തില്ല. എന്നാൽ മിസ്റ്റേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാം. മിസ്റ്റേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ക്രിറ്റിസിസം അല്ല, അത് കറക്ഷന് വേണ്ടി അവരെ സഹായിക്കുന്നതാണ്. ക്രിറ്റിസിസത്തിൽ മിക്കവാറും ഒരു നെഗറ്റീവ് കൊണോട്ടേഷനാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടൊരു പോസിറ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അത്ര എനിക്ക് എഗ്രി ചെയ്യാനൊക്കത്തില്ല. എഗ്രി ക്രിറ്റിസിസം ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പം ക്രിറ്റിസിസം വാക്കിനർത്ഥം കുറ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അതൊരു പോസിറ്റീവിന് വേണ്ടിയാണ് അല്ലെ? നമ്മുടെ ഒരു പോസിറ്റീവിനെ ആ ഒരു അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഓരോ അച്ഛൻ പറഞ്ഞ പോലെ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അങ്ങനെ ഓരോരോ ഫിയറുകൾ ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ എപ്പോഴാണ് ആ ഒരു ഫിയർ ഫേസ് ചെയ്യാൻ പോകുന്നത്? ദ ബെസ്റ്റ് വേ ടു ഓവർകം ഫിയർ ഇസ് ടു ഫേസ് ഇറ്റ്. നമ്മളത് ഫേസ് ചെയ്ത് നമ്മൾ ഓവർകം ചെയ്യണം, എന്നാലേ മറ്റുള്ളവർക്ക് എക്സാമ്പിൾ ആകത്തുള്ളൂ. അല്ല അതിനെ പുറത്ത് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ബോറാകത്തേ ഉള്ളൂ. അതായത് നമ്മൾ ആ ഒരു കാര്യത്തെപ്പറ്റി എക്സൈറ്റഡ് ആവുക. ഇതുവരെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന സംഗതി, എനിക്ക് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ്, എൻ്റെ മനോഭാവമാണ് മറ്റുള്ളവരോടുള്ള മനോഭാവത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. ബൈബിളിൽ ഒരു ഉപമ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചിലർക്കതറിയാം. ഒരാൾക്ക് ഒരു യജമാനൻ വന്ന് 10 താലന്ത് കൊടുത്തു, വേറെ ഒരാൾക്ക് 5 താലന്ത് കൊടുത്തു, മറ്റൊരാൾക്ക് 1 താലന്ത് കൊടുത്തു. ഈ 1 താലന്ത് കിട്ടിയ മനുഷ്യന് യജമാനനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവോ? കഠിനഹൃദയനായ യജമാനൻ, വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്ന യജമാനന്. അപ്പോൾ ആ യജമാനന് ഭയങ്കര കഠിനനായിട്ടാണ് ഈ ഒരെണ്ണം കിട്ടിയ ആൾ പറയുന്നത്, 1 താലന്ത് കിട്ടിയ ആൾ പറയുന്നത്. എന്നാൽ മറ്റേ 2 താലന്ത് കിട്ടിയ ആളുകൾ പറയുന്നത് എന്താ? അയ്യോ, എത്ര ജനറസായിട്ടുള്ള യജമാനനാണ്, ഒരു മുദ്രപത്രത്തിലും എഴുതി വാങ്ങിക്കാതെ ഞങ്ങൾക്ക് ഈ താലന്തുകൾ തന്നത്. എപ്പോൾ തിരിച്ചു വരും അപ്പം തിരിച്ച് തരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത ഒരു യജമാനൻ. അപ്പോൾ 2 പേര് ഈ യജമാനനെ ഏറ്റവും മെച്ചമായ യജമാനനായിട്ട് കണ്ടു. എന്നാൽ ഈ 1 താലന്ത് കിട്ടിയവൻ യജമാനനെ മോശമായിട്ട് കണ്ടു. അപ്പോൾ ഇത് യജമാനൻ്റെ കുഴപ്പമാണോ അതോ ഇത് കിട്ടിയവരുടെ മനോഭാവത്തിലെ വ്യത്യാസമാണോ? അച്ഛാ, ഇത് ഈ 1 താലന്ത് കിട്ടിയ ആൾക്കും ചിന്തിക്കത്തില്ലേ? 1 താലന്ത് പോലും കൊടുക്കാത്ത ആൾക്കാരും ഉണ്ടെന്ന് ഓർക്കണ്ടേ? ചിന്തിക്കാൻ ഒക്കത്തില്ലല്ലോ. അതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ പല ആത്മഹത്യാ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ബൈക്ക് മേടിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാം. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, അവൻ ഓർക്കുന്നത് അപ്പുറത്തെ വീട്ടിലവന് ഓടിയുണ്ട്, അല്ലെ അപ്പുറത്തെ വീട്ടിലവന് ബെൻസ് ഉണ്ട്, പക്ഷേ ഒന്നുമില്ലാത്തവൻ, ഒരു വീട് കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്തവൻ ഉണ്ടെന്നുള്ള കാര്യം അവൻ ഓർക്കണം. അപ്പം അങ്ങനെ ഓർത്ത് കഴിഞ്ഞാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം സ്കൂളിൽ പോകുന്ന ഒരാൾ സ്കൂളിൽ പോകാൻ അത് ഓർക്കണമെന്ന് ആരോടാ പറയുന്നത്? നമ്മൾ തന്നെ ഓർക്കണം. നമ്മളെന്ന് പറഞ്ഞ ആരാ? നമ്മളെന്ന് പറഞ്ഞ ആരാ? നമ്മുടെ സമൂഹം. നമ്മുടെ സമൂഹം ഓർക്കണം. ഇദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്. എന്തുവാ? ഞാനത് ഓർക്കുമെന്നൊന്ന് പറഞ്ഞേ. ഞാനും പലപ്പോഴും ആ കാര്യം വിട്ടുപോകുന്നുണ്ട്. ഞാൻ വിട്ടുപോകുന്നുണ്ട്. അതാ നമ്മുടെ കുഴപ്പം അല്ലേ? നമ്മൾ പലപ്പോഴും ജനറലൈസ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ മനോഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവനെ കുറിച്ച് ചിന്തിപ്പാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്ന ഈ ഉദാഹരണത്തിൽ, ഈ ഉപമയിൽ, ഈ യജമാനൻ ഒരേ ആൾ തന്നെയാണ്. പക്ഷേ ഇവർ പലരും കാണുന്ന പല രീതിയിലാണ്. അവർ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ അവരെ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ 1 താലന്ത് കിട്ടിയവന് ഈ ഒരെണ്ണം കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എത്തി നോക്കിയത് 10 കിട്ടിയവൻ്റെ കയ്യിലേക്കാണ്.
അല്ലെ 5 കിട്ടിയവൻ്റെ കയ്യിലേക്കാണ്. അയ്യോ അവന് 10 ഉണ്ട്, അവൻ 5 ഉണ്ട്, എനിക്കാണ്ട് 1 ഉള്ളൂ. ഇത് നോക്കിക്കഴിയുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത് എന്നോ 10 ഉള്ളവൻ കേമൻ, ഞാൻ ആരാ? മോശം അല്ലേ? ഞാൻ എന്നെക്കുറിച്ച് തന്നെ മോശമായിട്ട് ഇൻഫീരിയറായിട്ട് കണക്കാക്കി കഴിയുമ്പോൾ ഇത് തന്ന യജമാനനെ ഞാൻ കഠിനഹൃദയനായിട്ടാണ് കാണുന്നത്. ഞാൻ എന്നെ എങ്ങനെ കാണുന്നോ ആ കാണുന്നതിനനുസരിച്ചാണ് ഞാൻ മറ്റുള്ളവരെ കാണുന്നത്. ഇതാണ് നമ്മുടെ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് മീ, എന്നോട് തന്നെയുള്ള എൻ്റെ മനോഭാവം, ഇതാണ് മറ്റുള്ളവരോടുള്ള മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെ മറ്റുള്ളവരോടുള്ള എൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. അങ്ങനെയാണെന്ന് സാർ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ കഴിവുള്ളവനാണെന്ന് എനിക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അച്ഛനോ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരോ പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. ഒരു കാര്യം ഞാൻ ചെയ്തു, പരാജയപ്പെട്ടു, നിങ്ങൾ എന്നെ കഴുതയെന്ന മണ്ടരെന്ന് വിളിച്ചാലും ഞാൻ അടുത്ത പ്രാവശ്യം അത് തന്നെ ചെയ്യും. അങ്ങനെ എനിക്കുള്ള വിശ്വാസമാണ് ആ ഒരു അടുത്ത ആക്ഷനിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. സാറും പറയുന്നത് ഞാൻ എന്നെ എങ്ങനെ കാണുന്നോ അതാണ് എന്നെ ഞാനാക്കുന്നത്. സാധാരണ ഒരു പറച്ചിലുണ്ട്, യു ആർ നോട്ട് വാട്ട് യു ആർ. പിന്നെന്തുവാ നിങ്ങൾ? യു ആർ വാട്ട് യു തിങ്ക് യു ആർ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ അതാണ് നിങ്ങൾ. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ നമ്മളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരു വ്യത്യാസം വരും. അപ്പോൾ എന്നെ മനസ്സിലാക്കേണ്ട രീതിയുടെ ഒരു ഘടകമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് എന്നെ ദൈവം ഒരു യുണീക്ക് പേഴ്സണായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിലയുള്ളവനാണ്. ഞാൻ വിലയുള്ളവനാണെങ്കിൽ എനിക്ക് എന്നോടുള്ള മനോഭാവം ആ വിലയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മനോഭാവമായിരിക്കണം എന്നാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. ഇതെന്താ പറയാനായിട്ട് ശ്രമിച്ചത്? നമ്മൾ കമ്പാരിസൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കമ്പാരിസൺ ഒരു പോസിറ്റീവ് ആണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്, അവിടെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാണ്. ഞാൻ അവിടെ ഇടയ്ക്ക് പോകാറുണ്ട്, ഇവിടെ ഉള്ള കുറച്ച് പേരൊക്കെ പോകുന്നതും അവിടെ. നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്നത് അവർ പാട്ട് പാടും, ഡിസബിലിറ്റീസ് ഉള്ള ഡാൻസ് കളിക്കും. അവർക്കൊരു ഒരു ഒരു പിൻപോട്ട് പോകാനൊരു മെൻറ്റാലിറ്റി ഇല്ല. അവർ ഓപ്പർച്യൂണിറ്റീസിനെ വളരെ പോസിറ്റീവായിട്ടും അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ സെൽഫായിട്ട് അവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം, നമ്മളെവിടെ എത്തിയിരിക്കുന്നു. എനിക്കൊക്കെ ഒരു ചാൻസ് വരുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ പുഷ് ചെയ്യണം, ഡാൻസ് കളിക്ക്, പാട്ട് പാടുന്നൊക്കെ പറഞ്ഞ് പുഷ് ചെയ്യണം. പക്ഷെ അവരെ നോക്ക്, അവർക്കൊരു നെഗറ്റീവ് അല്ലെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഇല്ല. ഓരോ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിരിക്കുന്നു, അവർ പാടുന്നു, ഡാൻസ് കളിക്കുന്നു, കവിത അവതരിപ്പിക്കുന്നു, കഥാപ്രസംഗം, ഈവൻ സ്റ്റേറ്റ് കലോത്സവത്തിന് വരെ സമ്മാനം മേടിച്ചവരുണ്ട്. സോ ചില കാര്യങ്ങൾ നമ്മൾ കമ്പാരിസൺ ചെയ്യുക, അതൊരു കമ്പാരിസൺ അല്ല. നമ്മൾ അവർ ചെയ്യുന്നതായിട്ടുള്ള ആ ആക്ഷൻസ് കണ്ട് നമുക്ക് മോട്ടിവേറ്റഡ് ആകാം. അതൊരു കമ്പാരിസൺ അല്ല. വെരി ട്രൂ അച്ഛാ. നമ്മൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് എനിക്ക് കുറച്ചുകൂടെ ഊന്നി പറയാനുള്ളത്. ഇത് കാണുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയല്ല, എനിക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടായിട്ടും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു തിങ്കിങ്, മോട്ടിവേറ്റ് ആകുക, സെൽഫ് മോട്ടിവേഷൻ, മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ ഒക്കെ, അതാണ് കറക്റ്റ് വേർഡ്. താങ്ക്സ്. ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ളതിനേക്കാളും ആവറേജ് ഗുഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റീവ് തിങ്കിങ്, ഇതാണ് പല കമ്പനികളും നോക്കുന്നത്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ മനസ്ഥിതി ഏത് രീതി വരെ, അറ്റം വരെ എനിക്ക് എത്തിപ്പിടിക്കാൻ ഒക്കുമോ, ആ ഒരു എത്തിപ്പിടുത്തൽ ആണ് ഓൾട്ടിറ്റ്യൂഡ്. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളോ സംഭവങ്ങളോ ഇൻസിഡൻസോ അല്ല പ്രാധാന്യം, എന്നാൽ അതുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പം മനോഭാവത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ മെൻറ്റർ തീർച്ചയായിട്ടും നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നവരായിരിക്കണം. സ്വപ്നം കാണാൻ പഠിച്ചാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് എനിക്ക് ഈ ഒരു കഴിവിന് കുറവുണ്ട്, ഈ കഴിവിനെ ഞാൻ ഏത് രീതിയിലാണ് വർദ്ധിപ്പിക്കുന്നത്, ഏതൊക്കെ, ചിലപ്പം എൻ്റെ ഉള്ളിൽ ഹാപ്പിനെസ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തിൽ തന്നെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.